സ്വർണ്ണക്കടത്തിൻ്റെ തന്ത്രങ്ങൾ പലപ്പോഴും അത്ഭുതവും വിചിത്രവും ഒക്കെ ആയിട്ട് തോന്നാറുണ്ട്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും വസ്ത്രങ്ങളിലും മാത്രമല്ല, തലമുടിയിലും മലദ്വാരത്തിലും പോലും കിലോ കണക്കിന് സ്വർണ്ണമാണ് പലരും കടത്തുന്നത്. പലപ്പോഴും തമാശയായിട്ട് ഇതെല്ലാം പറയാറുണ്ടെങ്കിലും നാട്ടിലെ ചെറു കൊട്ടേഷൻ സംഘങ്ങളിൽ തുടങ്ങി ദാവൂദ് ഇബ്രാഹിമിലേക്ക് പോലും നീളുന്ന വലിയ സംഘങ്ങളുണ്ട് കേരളത്തിലെ പോലും സ്വർണ്ണക്കടത്തിന് പിന്നിൽ. ചെറിയ അടിപിടികളിലും തട്ടിക്കൊണ്ടുപോകലിലും തുടങ്ങി സംഗീതജ്ഞൻ ബാലഭാസ്കറിൻ്റെ മരണം വരെ നീളുന്ന ആരോപണങ്ങളും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ സ്വർണ്ണക്കടത്ത് എങ്ങനെ, എന്തിനാണ് നടത്തുന്നത്? ഇത് രാജ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇതിനെ തടയിടാൻ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് കഴിയുന്നില്ല? പുതിയ നിയമം എങ്ങനെ ഈ സ്വർണ്ണക്കടത്തിനെ ബാധിക്കും? ഇനി സ്വർണ്ണക്കടത്ത് നടത്തുന്നവർക്ക് ശരിക്കും എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്? ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ട മേൽപ്പറഞ്ഞ അറിവുകൾ വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് മനസ്സിലാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 2015 ഇന്ത്യൻ ഗവൺമെൻറ് സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ഗോൾഡ് മോണറ്റൈസേഷൻ സ്കീം നടപ്പിലാക്കിയിരുന്നു. ഈ സ്കീം അനുസരിച്ച് നമ്മുടെ വീട്ടിലോ ലോക്കറിലോ അധികമുള്ള സ്വർണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിനനുസരിച്ചുള്ള പലിശ നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ കയ്യിലുള്ള അധിക പണം ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ നേടുന്നത് പോലെ തന്നെ ബാങ്കുകൾക്ക് ഈ സ്വർണം ജ്വല്ലറികൾക്ക് വായ്പയായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാം. 2018 നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തുടനീളമുള്ള വീടുകളിലും മതസ്ഥാപനങ്ങളിലും ബാങ്കുകളുടെ ലോക്കറിലും അടക്കം 24,000-ഓളം ടൺ സ്വർണ്ണമാണ് ഉപയോഗിക്കാതെ കിടക്കുന്നതായിട്ട് കണക്കാക്കുന്നത്. US, യൂറോപ്പ്, ചൈന എന്നിവിടങ്ങളിലെ എല്ലാം സെൻട്രൽ ബാങ്കുകൾ കൈവശം വെച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ ആകെ അളവിന് തുല്യമാണിത്. ഇന്ത്യക്കാർ നിസ്സാരക്കാരല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വീടുകളുടെ സ്വർണത്തിൻ്റെ അളവ് അത്രത്തോളം അധികമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സ്വർണത്തിന് ധാരാളം ആവശ്യക്കാരുണ്ട്. ഉപയോഗിക്കാതെ കിടക്കുന്ന സ്വർണം ഇന്ത്യയിൽ തന്നെ അധികവുമാണ്. അപ്പോൾ ഈ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്വർണം ആവശ്യക്കാർക്ക് കിട്ടുന്ന സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ ഇറക്കുമതി കുറയ്ക്കാം എന്ന തന്ത്രത്തിലായിരുന്നു ഈ പദ്ധതി കൊണ്ടുവന്നത്. എന്നാൽ 8 വർഷത്തിനിടെ 21 ടൺ മാത്രമാണ് ഈ സ്കീമിലൂടെ മൊബിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗപ്രദമാക്കാൻ സാധിച്ചത്. 24,000 ടണ്ണിൽ വെറും 21 ടൺ മാത്രം. മേൽപ്പറഞ്ഞതുപോലെ ഇങ്ങനെ കൂടുതൽ സ്വർണം മൊബിലൈസ് ചെയ്യാൻ സാധിച്ചാൽ സ്വർണ്ണക്കടത്ത് കുറയുമെന്നും ഗവൺമെൻറ് കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഈ സ്കീം വിജയിച്ചതുമില്ല, സ്വർണ്ണക്കടത്ത് കൂടി വരികയും ചെയ്തു. സ്വർണത്തെ ഒരു നിക്ഷേപമായി കണ്ട് ധാരാളം ആളുകൾ സ്വർണം വാങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ ഇറക്കുമതി കൂടി വരികയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകൾ സ്വർണം വാങ്ങാതിരിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സോവറിൻ ഗോൾഡ് ബോണ്ട് അവതരിപ്പിച്ചിരുന്നു. സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ അതേ ഗുണങ്ങൾ കുറച്ചധികം ഗുണങ്ങളോടെ ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയായിരുന്നു. എന്നാൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ പദ്ധതി സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി RBI ഈ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതായത് സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടി RBI ഇറക്കിയ പദ്ധതി വീണ്ടും പരാജയപ്പെടുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ മലയാളികൾ കാലങ്ങളായിട്ട് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാറുണ്ട്. സമ്പത്തിൻ്റെ ഒരു 10-20% സ്വർണ്ണമാക്കി മാറ്റിവെക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. എന്നാൽ പലരും വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, അതാണ് സുരക്ഷ. നമുക്ക് ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാലോ, ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ട് അംഗവൈകല്യങ്ങൾ വന്നാലോ, ഇനി മരണം തന്നെ സംഭവിച്ചാലോ നമ്മുടെ കുടുംബം പണ്ട് ജീവിച്ചതുപോലെ ജീവിക്കില്ല. നമ്മൾ നോക്കിയതുപോലെ നമ്മുടെ ഫാമിലിയെ മറ്റാരും നോക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് മാർക്കറ്റിലെ ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും ഉപകാരമുള്ള ലൈഫ് ഇൻഷുറൻസ് ആയ ടേം ഇൻഷുറൻസ് നമ്മളെല്ലാവരും എടുത്തു വെക്കണം. ഇത് ഹെൽമെറ്റ് വെക്കുന്നത് പോലെയാണ്. ചെറിയൊരു പണം മാറ്റിവെച്ച് വലിയ മനസമാധാനമാണ്, സുരക്ഷയാണ്. ഇപ്പോൾ നോക്കിയാൽ പ്രീമിയം വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകിപ്പിക്കാതെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ എടുക്കുന്ന സമയത്തെ പ്രീമിയം തന്നെ അവസാനം വരെ അടച്ചാലും മതി. ഇത്തരത്തിൽ നിങ്ങൾക്ക് 51ഓളം കമ്പനികളിൽ നിന്ന് 10% വരെ ഓൺലൈൻ ഡിസ്കൗണ്ടോടെ യോജിക്കുന്ന പ്ലാൻ കണ്ടെത്താൻ വേണ്ട ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നോക്കിയാൽ മാസം 695 രൂപ പ്രീമിയത്തിന് 2 കോടി രൂപ വരെ പരിരക്ഷ ലഭിക്കുന്ന പദ്ധതികൾ നമുക്കവിടെ കാണാം. പക്ഷേ ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസം, വരുമാനം, ആരോഗ്യം ഒക്കെ നോക്കിയിട്ടാണ് യോഗ്യത കണക്കാക്കുക. പോരാത്തതിന് താരതമ്യം ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്യാൻസർ പോലുള്ള 59-ലധികം ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാലോ, ആക്സിഡൻറ്റ് പറ്റി അംഗവൈകല്യങ്ങൾ വന്നാലോ പരിരക്ഷ കിട്ടുന്ന റൈഡറുകൾ നമുക്കിതിൻ്റെ കൂടെ ചേർത്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ പ്രവാസിയാണെങ്കിൽ 18% GST നൽകേണ്ടതില്ല. നിശ്ചിത കാലം കഴിഞ്ഞ് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അധിക പ്രീമിയം കൊടുക്കാതെ തന്നെ പ്രീമിയം തുക മുഴുവൻ തിരിച്ചു കിട്ടുന്ന പദ്ധതികളും നമുക്കിവിടെ കാണാം. നമ്മൾ ഓഫ്ലൈനിൽ കാണുന്ന കമ്പനികൾ തന്നെയാണ് ഓൺലൈനിലുള്ളത്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്യുമെൻറ്റ്സ് എല്ലാം വീട്ടിലേക്ക് അയച്ചു കിട്ടുന്നതുമാണ്. പിന്നെ ക്ലെയിമിൻ്റെ ആവശ്യം വന്നാൽ ഇവിടെ 24/7 ക്ലെയിം അസിസ്റ്റൻസും ഉണ്ടാവും. നിങ്ങൾ ടേം ഇൻഷുറൻസിന് എലിജിബിൾ ആണോ എന്നറിയാനും 10% വരെ ഡിസ്കൗണ്ടോടെ ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ തിരഞ്ഞെടുക്കാൻ വേണ്ട ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. 2023 ലോകസഭയിലെ ചോദ്യോത്തര വേളയിൽ പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് 2022 3,982 സ്വർണ്ണക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 3,502.16 കിലോഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത്. 1,710 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സ്വർണം കടത്തപ്പെട്ടതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കുമല്ലോ പിടിച്ചെടുത്തത്. അത് തന്നെ എത്ര വലിയ കണക്കാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. 1970-80 കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോളിവുഡ് സിനിമകളാണെങ്കിലും ചില മലയാള സിനിമകളാണെങ്കിലും സ്യൂട്ട് കേസ് നിറയെ സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തുന്ന കഥാപാത്രങ്ങൾ ഒരു ക്ലീഷേ തന്നെയായിരുന്നു.
അങ്ങനെയുള്ള ക്ലീഷേ കഥാപാത്രങ്ങൾ എന്തുകൊണ്ടായിരിക്കാം സിനിമകളിൽ കടന്നു വന്നത്? നമുക്കറിയാം, സിനിമ എന്ന് പറയുന്നത് അതിറങ്ങുന്ന കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പലപ്പോഴും നിർമ്മിക്കപ്പെടാറുള്ളത്. 1968 ഗോൾഡ് കൺട്രോൾ ആക്ടിന് ശേഷം ഇന്ത്യക്കാർ സ്വർണ്ണ നാണയങ്ങളോ സ്വർണ്ണക്കട്ടകളോ കൈവശം വെക്കുന്നതിന് നിരോധനം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നിയമപരമായി ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത വസ്തുക്കൾ അനധികൃതമായി മറ്റു വഴികളിലൂടെ കടത്താൻ കള്ളക്കടത്തുകാരുടെ ശ്രമങ്ങളുണ്ടാവും. അങ്ങനെ ആ സമയത്ത് ബോംബെ പോലുള്ള തീരദേശ നഗരങ്ങളിൽ കള്ളക്കടത്തിലൂടെ ഒരു അധോലോക സംഘം തന്നെ വളർന്നു വന്നിരുന്നു. ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും വിനോദത്തിലും സ്വാധീനം ചെലുത്താൻ പോകുന്ന ശക്തിയായിട്ട് അവർ പിന്നീട് തഴച്ചു വളർന്നിരുന്നു. ഹാജി മസ്താൻ, ദാവൂദ് ഇബ്രാഹിം എന്നീ പേരുകളൊക്കെ ആ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഇറങ്ങിയ സിനിമകളിൽ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ നമുക്ക് കാണാനും സാധിക്കുന്നത്. എന്നാൽ 1992 ശേഷം ചില മാറ്റങ്ങൾ സംഭവിച്ചു. 1991 ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ തുടർച്ചയായിട്ട് 1992 ഫെബ്രുവരിയിലെ ബജറ്റ് പ്രസംഗത്തിനിടെ അന്നത്തെ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് സ്വർണ്ണ ഇറക്കുമതി നിയമവിധേയമാക്കി മാറ്റിയിരുന്നു. ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിൻ്റെ മൂല്യത്തിന് ഏകദേശം 15% ടാക്സും ഏർപ്പെടുത്തുകയാണ്. പിന്നീട് വർഷം തോറും നികുതി കുറഞ്ഞു വന്നു. 2012 ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. അതുവരെ 2% മാത്രമായിരുന്നു ഡ്യൂട്ടി. 1970കളിൽ കള്ളക്കടത്തിൻ്റെ ഔദ്യോഗിക കണക്കുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. എങ്കിലും 50 മുതൽ 100 ടണ്ണ് വരെ ഉണ്ടാവുമെന്നാണ് ഏകദേശ കണക്ക്. ഇനി 2013 വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്ക് പരിശോധിച്ചാൽ 200 ടൺ സ്വർണ്ണത്തോളം കള്ളക്കടത്തുകാർ ഇന്ത്യയിലേക്ക് എത്തിച്ചതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. 2013 ശേഷം ഗോൾഡ് ഇറക്കുമതി കുറയ്ക്കാൻ ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതോടെ 2013 മാർച്ചിലും 2014 ഏപ്രിലിനും ഇടയിൽ മാത്രം സ്വർണ്ണക്കടത്ത് ഏകദേശം 300% വർദ്ധിച്ചു. 12.5% കസ്റ്റംസ് ഡ്യൂട്ടി കൂടാതെ 2.5 കാർഷിക സെസ്, 3% GST, 0.1% ഇമ്പോർട്ട് പ്രീമിയം എന്നിവയുൾപ്പെടെ 18% വരുന്ന നികുതിയാണ് സ്വർണ്ണ ഇറക്കുമതിക്ക് മേൽ നിയമപരമായി കൊടുക്കേണ്ടിയിരുന്ന നികുതി. എന്നാൽ കള്ളക്കടത്തിലൂടെ ഇന്ത്യയിലേക്ക് സ്വർണം കൊണ്ടുവന്നാൽ ഈ നികുതി കള്ളക്കടത്തുകാർക്ക് ലാഭിക്കാം. ഈ വെട്ടിപ്പ് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ വെറും 1 കിലോയ്ക്ക് തന്നെ 13-14 ലക്ഷം രൂപയിലധികമാണ് കള്ളക്കടത്തുകാരുണ്ടാക്കുന്നത്. സ്വർണം കടത്തുന്ന കാരിയർമാർക്ക് കൊടുക്കുന്ന പണം ഏതാണ്ട് 35,000 രൂപയാണ്. തായ്ലൻഡിൽ നിന്നോ മിഡിൽ ഈസ്റ്റിൽ നിന്നോ ഉള്ള ടിക്കറ്റിൻ്റെ ചെലവ് നോക്കിയാൽ ഏതാണ്ട് 30,000 രൂപ. ഇതെല്ലാം കുറച്ചാലും 1 കിലോ കടത്ത് സ്വർണത്തിന് പോലും കുറഞ്ഞത് 12 ലക്ഷം രൂപയെങ്കിലും നികുതി വെട്ടിപ്പിലൂടെ മാത്രം ഒരാൾക്ക് ലാഭം കിട്ടുന്നതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരിയർ തന്നെ മലദ്വാരത്തിലെല്ലാം വെച്ചുകൊണ്ട് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ ഒളിപ്പിച്ചാണെങ്കിലും 1 കിലോയിലധികം സ്വർണം കടത്തുന്നത് വളരെ സ്വാഭാവികമായിട്ടും സാധാരണമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കുന്നതുമാണ്. ശരിയായ നടപടിക്രമങ്ങളിലൂടെ സ്വർണം ഇറക്കുമതി ചെയ്ത് മാർക്കറ്റിൽ വിൽക്കുന്നവരെക്കാൾ കള്ളക്കടത്ത് സ്വർണം വിൽക്കുന്നവർ ലാഭമുണ്ടാക്കുന്നു എന്ന കാര്യം ഇതിലൂടെ വ്യക്തവുമാണ്. അതിനാൽ തന്നെ ഇവിടെ ഒരു ഫെയർ കോമ്പറ്റീഷനുള്ള സാധ്യത ഇല്ലാതാവുകയാണ്. സ്വർണ്ണ ബിസിനസ് ചെയ്യുന്ന പലരും ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. അതായത് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ ഇമ്പോർട്ട് ഇന്ത്യയിലേക്ക് ഉണ്ടാവുന്നത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കി നികുതി കൂട്ടുകയാണ്. എന്നാൽ നികുതി കൂട്ടിയ സമയത്ത് കള്ളക്കടത്തുകാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള അവസരമായിട്ട് അത് മാറുകയാണ്. കള്ളക്കടത്ത് 10 മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യുന്നു, നടക്കുന്നത് നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും കൂടിയ നികുതി കൊടുക്കാതിരിക്കാനും ലാഭം കൊയ്യാനും പലരും കള്ളക്കടത്ത് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. എന്തിനാണ് ശരിക്കും ഇങ്ങനെ ഡ്യൂട്ടി വർദ്ധിപ്പിച്ച് സ്വർണത്തിൻ്റെ ഇറക്കുമതി കുറയ്ക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഡ്യൂട്ടി വളരെ കുറച്ച് കള്ളക്കടത്ത് കുറയ്ക്കാൻ ഗവൺമെൻറ്റിന് ശ്രമിച്ചുകൂടെ എന്നുള്ള സംശയങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഒരു രാജ്യത്തിൻ്റെ ഇറക്കുമതിയും കയറ്റുമതിയും അതിൻ്റെ കറൻസിയുടെ മൂല്യത്തെ ബാധിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് പണത്തിൻ്റെ മൂല്യവും പണപ്പെരുപ്പവും എല്ലാം നിലനിൽക്കുന്നത്. എങ്കിൽ പോലും സ്വർണവുമായിട്ട് ചേർത്ത് പറയുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഒരു രാജ്യത്തിൻ്റെ കയറ്റുമതിയുടെ മൂല്യം രാജ്യത്തിൻ്റെ ഇറക്കുമതിയേക്കാൾ കൂടുതലാണെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ കറൻസിയെ ശക്തിപ്പെടുത്തുന്നതാണ്. അതായത് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം കൂടും. നേരെ മറിച്ച് ഒരു രാജ്യം കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്താൽ ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം കുറയുന്നതാണ്. അതുപോലെ തന്നെ സ്വർണം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്ത് സ്വർണ്ണ വിലയിൽ വർധനവുണ്ടായാൽ ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം കൂടും. കാരണം അത് രാജ്യത്തിൻ്റെ കയറ്റുമതിയുടെ മൂല്യം വർദ്ധിക്കാൻ കാരണമാവുന്നതാണ്. എന്നാൽ ഇന്ത്യ സ്വർണം ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. സ്വർണത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ രൂപയുടെ മൂല്യം കുറയാനാണ് അവിടെ സാധ്യത. രൂപയുടെ മൂല്യം ഇങ്ങനെ കുറയുന്ന സമയത്ത് എണ്ണ പോലുള്ള മറ്റ് അവശ്യ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചെലവുള്ള കാര്യമായിട്ട് തീരുന്നതാണ്. സ്വർണം ഒരു അവശ്യ വസ്തുവല്ല എന്ന കാര്യം നമുക്കറിയാം. അതിനാൽ സ്വർണ്ണ ഇറക്കുമതി കുറഞ്ഞാലും ഓയിൽ പോലുള്ള അവശ്യ വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ചെലവ് കൂടുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഇതുകൊണ്ട് തന്നെയാണ് സ്വർണം പോലുള്ള വസ്തുക്കളുടെ ഇറക്കുമതി കുറയ്ക്കാനുള്ള മോണിറ്റൈസേഷൻ സ്കീമുകളടക്കം ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. പക്ഷേ
പലപ്പോഴും കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടി ഇമ്പോർട്ട് കുറയ്ക്കാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ അനന്തരഫലമായിട്ട് പറഞ്ഞതുപോലെ കള്ളക്കടത്ത് കൂടും എന്ന് മാത്രം. ഇന്ത്യൻ ജനങ്ങളുടെ സ്വർണത്തോടുള്ള ഇഷ്ടത്തിന് ഇടിവ് വരാത്ത കാലത്തോളം സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുറയാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഓരോ വർഷം നമ്മൾ നോക്കിയാലും ഇന്ത്യയിലെ ഗോൾഡ് മാർക്കറ്റ് കൂടി വരികയാണ്. പക്ഷേ ഇന്ത്യൻ ജനങ്ങളുടെ ഡിമാൻഡിനനുസരിച്ചുള്ള സ്വർണം ഇന്ത്യയിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇറക്കുമതിയെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരികയാണ്. സ്വിറ്റ്സർലാൻഡ്, ചൈന, UK, ഹോങ്കോങ് എന്നീ രാജ്യങ്ങൾക്ക് പിന്നിലായി ലോകത്ത് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിൻ്റെ 8% ഇന്ത്യയിലേക്കാണ് വരുന്നത്. ആഗോള സ്വർണ്ണ വിപണിയിൽ സ്വർണത്തിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഭോക്താവാണ് ഇന്ത്യ. സ്വർണ്ണ ഇറക്കുമതി നിയമാനുസൃതമാണെന്ന് കണക്കാക്കണമെങ്കിൽ സ്വർണത്തിൻ്റെ ഒറിജിൻ, അതായത് സ്വർണം ഏത് രാജ്യത്ത് നിന്ന് ഖനനം ചെയ്തു വരുന്നു എന്നടക്കമുള്ള സർട്ടിഫിക്കറ്റ് വേണം. അംഗീകൃത ഏജൻസികൾ മുഖേനയോ ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്ത 22 ബാങ്കുകൾ വഴിയോ ആയിരിക്കണം സ്വർണ്ണ ഇറക്കുമതി നടത്തേണ്ടത്. എന്നാൽ ശരിയായ ഒറിജിൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്വർണ്ണത്തെ, അല്ലെങ്കിൽ ആ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തെ നമ്മൾ ഗ്രേ ഇമ്പോർട്ട് അഥവാ നമ്മുടെ ഭാഷയിൽ സ്വർണ്ണക്കടത്ത് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം 800 മുതൽ 850 ടൺ സ്വർണം വരെ ഓരോ വർഷവും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ വാർഷിക ഉപഭോഗം എന്ന് പറയുന്നത് ഏതാണ്ട് 1000 ടണ്ണോളമാണ്. അതായത് പ്രതിവർഷം തന്നെ 150 മുതൽ 200 ടണ്ണോളം സ്വർണം രാജ്യത്തേക്ക് കള്ളക്കടത്ത് വഴി വരുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാം. അതായത് ഇന്ത്യയിൽ പ്രവേശിക്കുന്ന സ്വർണത്തിൻ്റെ അളവിൻ്റെ ഏകദേശം 1/6 കള്ളക്കടത്ത് വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആഫ്രിക്കയിലെ ഗ്രേറ്റ് ലേക്സ് മേഖലയിൽ നിന്ന് UAE-യിലേക്ക് അനധികൃതമായി കയറ്റുമതി ചെയ്യുന്ന സ്വർണം പിന്നീട് ഇന്ത്യയിലേക്കും കടക്കുന്നതായിട്ട് കാനഡ ആസ്ഥാനമായിട്ടുള്ള NGO ആയ ഇമ്പാക്റ്റിൻ്റെ 2019 നവംബറിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് 2007 പ്രതിവർഷം 5 ടണ്ണിൽ നിന്ന് 2012 22 ടണ്ണായിട്ട് വളർന്നിരുന്നു. ഈ അനധികൃത വ്യാപാരത്തിൻ്റെ മൂല്യം ഏകദേശം $1 ബില്യൺ വരും. കൂടാതെ ഇതുമൂലം സർക്കാരുകൾക്ക് കുറഞ്ഞത് $20 മില്യൺ അധിക നികുതിയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് UAE-യിലേക്കും UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കും അനധികൃതമായി സ്വർണത്തിൻ്റെ വ്യാപാരം നടക്കുന്നത് പലപ്പോഴും ഹവാല വഴിയാണ്. ഈ ഹവാല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഭാവിയിൽ ചെയ്യുന്നതാണ്. തൽക്കാലം ഹവാല വഴിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെ എന്തായാലും അനധികൃതമായി സ്വർണം നമ്മുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുകയും ലീഗൽ മാർക്കറ്റിലേക്ക് എളുപ്പത്തിൽ കടക്കുകയും ചെയ്യുകയാണ്. അവ പിന്നീട് സ്വർണ്ണ ആഭരണങ്ങളായിട്ടൊക്കെ തിരികെ കുറച്ചൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്ന ഓരോ 5 കിലോ സ്വർണത്തിനും ഏകദേശം 1 കിലോ ആഭരണമായിട്ട് മാർക്കറ്റിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. കേരളത്തിലെ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ പ്രധാനമായിട്ടും കേരളത്തിലെ ചെറുകിട ജ്വല്ലറികളിലേക്കാണ് പോകുന്നത്. അവ ആഭരണങ്ങൾ നിർമ്മിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. ഒടുവിൽ ആളുകൾക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. കോഴിക്കോടുള്ള കൊടുവള്ളി എന്ന ചെറു പട്ടണത്തിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ മാത്രം 100ഓളം ജ്വല്ലറികളെ നമുക്ക് കാണാം. അവരിൽ ഭൂരിഭാഗവും അനധികൃതമായിട്ടുള്ള സ്വർണ്ണമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം കുപ്രസിദ്ധി ആർജിച്ചവയാണ്, അല്ലെങ്കിൽ അതാണ് ആരോപണം. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിയാൽ കൊടുവള്ളിയിൽ രഹസ്യമായിട്ട് സ്വർണ്ണം ഒരുക്കുന്ന ഒരു യൂണിറ്റിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് സ്ക്വാഡ് നടത്തിയ റെയ്ഡിനെ തുടർന്ന് 4.11 കോടി രൂപയുടെ കള്ളക്കടത്ത് സ്വർണവും 13.5 ലക്ഷം രൂപയും പിടിച്ചെടുത്തതായിട്ട് വാർത്തകളുണ്ടായിരുന്നു. ഞങ്ങൾ കോഴിക്കോട്ടുകാർക്കില്ലേ ശരിക്കും ഈ വാർത്തകളുടെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഇവിടെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒരു കുറ്റകൃത്യമായിട്ട് പോലും, പ്രത്യേകിച്ച് കൊടുവള്ളി പോലുള്ള സ്ഥലങ്ങളിൽ ഇതിനെ കണക്കാക്കുന്നില്ല എന്നതാണ് സത്യമായിട്ടുള്ള കാര്യം. എന്താണെങ്കിലും UAE പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്വർണം അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുവരുന്നു. അത് പിന്നീട് ഉരുക്കി ആഭരണങ്ങളാക്കി മാർക്കറ്റിൽ വിൽക്കുന്നു. ഇതുമൂലം സർക്കാരിന് നികുതി വരുമാനത്തിൽ വലിയ നഷ്ടം സംഭവിക്കുന്നു എന്ന കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായതാണ്. ഇത്തരം പ്രവർത്തികൾ തടയിടാനാണ് ഇന്ത്യയിൽ സ്വർണത്തിൻ്റെ ഹോൾ മാർക്കിംഗ് നിർബന്ധമാക്കിയത്. എന്നാൽ ഇപ്പോഴും 40% സ്വർണത്തിന് ഹോൾമാർക്ക് ഇല്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. 2018, 19, 20 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് സ്വർണം പിടികൂടിയ ആദ്യ 10 വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നീ 3 വിമാനത്താവളങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 2018 ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം മാത്രമാണ് ഇതിനൊരു അപവാദം ഉയർത്തുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേ വർഷം തന്നെ 2020 തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിലേക്ക് അയച്ച നയതന്ത്ര ബാഗേജിൽ നിന്ന് 30 കിലോഗ്രാം സ്വർണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് കേരളത്തിൽ വലിയ രീതിയിൽ അലയടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു. കോൺസുലേറ്റിലെ മുൻ ജീവനക്കാർക്കും കള്ളക്കടത്ത് കേസിൽ പങ്കുണ്ട് എന്ന് ആരോപണങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IAS ഉദ്യോഗസ്ഥനുമായ M ശിവശങ്കറും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുൻ DGPയും റോ ഏജൻസി മേധാവിയുമായിരുന്ന ഹോർമിസ് തരകന്റെയും കേരള പോലീസ് മേധാവിയായിരുന്ന ജേക്കബ് പുന്നൂസിൻ്റെയും അഭിപ്രായത്തിൽ സ്വർണ്ണക്കടത്തിൽ നിന്നും ഹവാലയിൽ നിന്നുമുള്ള പണം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഉപയോഗിക്കുന്നുണ്ട്. അതായത്
ഗോൾഡ് ഇവിടെ ഒരു ഡേർട്ടി ബിസിനസ് അല്ല. അതുകൊണ്ട് തന്നെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട മേൽപ്പറഞ്ഞ സ്വർണ്ണക്കടത്ത് കേസ് വളരെ ഗൗരവമുള്ളതുമാണ്. സാധാരണയായിട്ട് നയതന്ത്ര ബാഗേജുകൾ പരിശോധിക്കാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് അനുമതിയില്ല. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഈ സംഘം ഇതേ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചാൽ പിടിക്കപ്പെടാനുള്ള സാധ്യതയില്ല എന്നാണ് കരുതിയത്. എന്നാൽ ഇത്തവണ രാജ്യത്തേക്ക് സ്വർണം കടത്തുന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മുൻകൂട്ടി ലഭിച്ചതിനാൽ പരിശോധനയ്ക്കായിട്ട് അധികൃതരിൽ നിന്ന് മുൻകൂറായിട്ട് അനുമതിയെല്ലാം നേടിവെച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിലെ 2 പ്രതികൾക്കും അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് NIA സംശയിക്കുന്നുണ്ട്. പ്രതികളായ റമീസും ഷറഫുദ്ദീനും ടാൻസാനിയയിൽ നിന്ന് UAE-യിലേക്കും അവിടെ നിന്ന് ഇന്ത്യയിലേക്കും സ്വർണം കടത്തുകയായിരുന്നു. ടാൻസാനിയയിലും UAE-യിലും ദാവൂദിന്റെ സംഘം സജീവമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കള്ളപ്പണവും സ്വർണവുമായിട്ട് വലിയ ബന്ധമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്കാണ് സ്വർണം വാങ്ങുന്നത്. ഹവാല പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ഇടപാടുകളെല്ലാം നടത്തുന്നത്. ഇതുമൂലം ഒരു ഇടനിലക്കാരന് ഈ സ്വർണം കൈമാറുകയാണ്. ഇടനിലക്കാരൻ കള്ളപ്പണക്കാരുടെ കൈവശമുള്ള വലിയ തുക മേടിക്കുകയും സ്വർണം അവർക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. ആ പണത്തിന് തുല്യമായിട്ടുള്ള സ്വർണ്ണമാണ് കൊടുക്കുന്നത്, എങ്കിലും വലിയൊരളവിൽ തന്നെ കമ്മീഷനും ഉണ്ടാവും. നമുക്കറിയുന്നത് പോലെ കള്ളപ്പണം കറൻസി നോട്ടായിട്ട് സൂക്ഷിക്കുന്നത് പ്രായോഗികമല്ല. ആ പണം ഉപയോഗിച്ച് നേരായ മാർഗത്തിൽ സ്വർണം മേടിക്കാനും പറ്റില്ല. ആധാർ, പാൻ കാർഡ് തുടങ്ങിയ രേഖകൾ കൊടുത്താൽ മാത്രമേ വലിയ തുകയ്ക്ക് സ്വർണം മേടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ കള്ളക്കടത്ത് സ്വർണം വാങ്ങാൻ ഇങ്ങനെയുള്ള നൂലാമാലകളൊന്നും തന്നെയില്ല. കുറച്ച് പണം അധികം കൊടുത്താലും കള്ളപ്പണം സ്വർണ്ണമാക്കി വെക്കാം, അല്ലേ? കോടിക്കണക്കിന് രൂപ കയ്യിൽ വെക്കണമെങ്കിൽ ഒരുപാട് സ്ഥലം വേണം. എന്നാൽ അത് സ്വർണ്ണമാക്കി വെക്കണമെങ്കിൽ വളരെ കുറഞ്ഞ സ്ഥലം മാത്രം മതിയാവും. ഇതുകൊണ്ട് തന്നെ കള്ളപ്പണക്കാരുടെയും നികുതി വെട്ടിക്കുന്ന ആളുകളുടെയും ഒരു സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപമാണ് ഇതുപോലെ കടത്തി വരുന്ന സ്വർണം എന്ന് പറയുന്നത്. ഇതൊന്നും അത്ര നിസ്സാരമായിട്ട് കരുതേണ്ട കാര്യം പോലുമല്ല. മയക്കുമരുന്ന് കടത്ത്, തീവ്രവാദം തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്തരം കള്ളക്കടത്ത് സ്വർണം ഉപയോഗിക്കുന്നുണ്ട്. ഇന്റർപോളിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് തീവ്രവാദ ഫണ്ടിങ്ങിൻ്റെ സ്രോതസ്സുകളിൽ എണ്ണ, വജ്രം, സ്വർണം, മയക്കുമരുന്ന് എന്നിവയിലൂടെ കള്ളക്കടത്ത് വഴി ലഭിക്കുന്ന പണവും ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ കാര്യമെടുത്താൽ പതിറ്റാണ്ടുകളായി മുംബൈ നഗരത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത്, കള്ളപ്പണം, കരിഞ്ചന്ത എന്നിവയിലൂടെ അണ്ടർവേൾഡ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ദാവൂദ് ഇബ്രാഹിമിൻ്റെ കാര്യം നോക്കിയാൽ 1993 ബോംബെ സ്ഫോടനത്തിൻ്റെ മുഖ്യപ്രതിയും സൂത്രധാരനും അയാൾ തന്നെയായിരുന്നു. ഇതേ സ്വർണ്ണക്കടത്ത് കേരളത്തിലടക്കം വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണമാവുന്നുണ്ട്. സ്വർണം കടത്തുന്ന വിവിധ സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്വർണം കടത്തുന്ന ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതിലേക്കും സംഘടിതമായ പല കുറ്റകൃത്യങ്ങളിലേക്കും പലപ്പോഴും നയിച്ചിട്ടുണ്ട്. സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണത്തിൽ പോലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന ആരോപണങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയിൽ നമ്മൾ നോക്കിയാൽ പോലീസിലെ ചില ഉന്നതർ നിൽക്കുന്നു എന്നും അവർ ഇതിൻ്റെ പങ്കുപറ്റി അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ച് കൂട്ടുന്നു എന്നുമുള്ള ആരോപണങ്ങളെല്ലാം തന്നെയുണ്ട്. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണ് ഇപ്പം നമുക്ക് നമ്മുടെ രാജ്യത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. കാര്യങ്ങൾ എന്താണെങ്കിലും ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് മുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വരെ സ്വർണ്ണക്കടത്ത് വഴി വരുന്ന സ്വർണം കാരണമാവുന്നുണ്ട്. മിക്കപ്പോഴും ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ടോ വലിയ വലിയ മാഫിയകളുമായിട്ടോ വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ചെറുകിട കാരിയർമാരാണ് ഇത്തരം കള്ളക്കടത്തിന് പിടിക്കപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ കാരിയർമാർ മാത്രം പിടിക്കപ്പെടുന്നത്? അന്വേഷണം അവിടെ നിൽക്കുന്നത്. ഒരു കാരിയർ വിജയകരമായിട്ട് 1 കിലോ സ്വർണം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ വ്യക്തിക്ക് ഏതാനും ലക്ഷങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കമ്മീഷൻ കിട്ടുന്നത്. 4-5 ലക്ഷം രൂപയൊക്കെ അവർക്ക് കിട്ടുമെന്ന് പറയാറുണ്ടെങ്കിലും ഒരു 40,000-50,000 രൂപയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ടിക്കറ്റും എടുത്തു കൊടുത്താൽ സ്വർണം മലദ്വാരം വഴിയെല്ലാം കടത്താൻ തയ്യാറായിട്ടുള്ള ധാരാളം ചെറുപ്പക്കാർ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഇനി പിടിക്കപ്പെട്ടാൽ പോലും കള്ളക്കടത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചിട്ടാണ് പിഴയെല്ലാം ചുമത്തുന്നത്. എയർപോർട്ടിൻ്റെ പുറത്തെല്ലാം നിരവധി സംഘങ്ങൾ ഈ കാരിയറുകളെ സഹായിക്കാനുണ്ടാവും. ചിലപ്പോൾ പിടിച്ചെടുത്ത സ്വർണം പോലും പിഴയടച്ച് തിരിച്ചെടുക്കാനുള്ള അവസരമുണ്ട്. സ്വർണ്ണക്കടത്ത് മൂലം സർക്കാരിന് മാത്രമാണ് നഷ്ടം ഉണ്ടാവുന്നത്. കൂടാതെ സ്വർണം കടത്തുന്നത് UAPA പ്രകാരമുള്ള തീവ്രവാദ കുറ്റമൊന്നുമല്ല. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കോ സ്ഥിരതയ്ക്കോ ഭീഷണി ഉയർത്തുന്ന തരത്തിലല്ലാതെ സ്വർണം കടത്തുന്നത് തീവ്രവാദ പ്രവർത്തനമാകില്ല എന്ന് ഇന്ത്യയിലെ ഹൈക്കോടതികൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിലെ നമ്മൾ നേരത്തെ പറഞ്ഞ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു സ്വർണ്ണക്കടത്ത് കേസില്ലേ, അതിൽ പോലും തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ തെളിവില്ല എന്ന് കോടതി കണ്ടെത്തിയത് മൂലമാണ് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. സ്വപ്ന സുരേഷിന് 25 ലക്ഷം രൂപയുടെ ബോണ്ടിൻ്റെ പുറത്താണ് ജാമ്യം അനുവദിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം, രാജ്യത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശക്തമല്ലാതിരുന്നത് സ്വർണ്ണക്കടത്ത് കൂടാൻ ഒരു കാരണമായിട്ടുണ്ട്. നമ്മൾ നിരന്തരം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് വാർത്തകൾ കേൾക്കുമ്പോഴും അത് നടത്തുന്ന കാരിയർമാർ മാത്രമാണ് പലപ്പോഴും പിടിക്കപ്പെടുന്നത്. ഇനി അവർ പിടിക്കപ്പെട്ടാൽ തന്നെ പിഴ അടച്ചാൽ സ്വർണം തിരിച്ചു കിട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ സ്വർണം കടത്തുന്നവർക്കോ അവർക്ക് പിന്നിലുള്ള വലിയ ഗ്യാങ്ങുകൾക്കോ നഷ്ടമൊന്നും സംഭവിക്കാനില്ല. പല അന്വേഷണങ്ങളും നമ്മൾ നോക്കിയാൽ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന കാരിയർമാർക്ക് ജാമ്യം കിട്ടുമ്പോൾ തന്നെ അന്വേഷണം എവിടെയും എത്താതെ പോവാണ്. ഇതിന് പിന്നിലുള്ള വലിയ വലിയ സംഘങ്ങൾ അപ്പോഴും സുരക്ഷിതരായിട്ട് തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്നു കൊണ്ട്
തങ്ങളുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കാരിയർമാരെ പിടിച്ചു കഴിഞ്ഞാൽ അതുവഴി വലിയ സംഘം ആരാണ് എന്ന് തിരിച്ചറിയാൻ എന്ത് പ്രയാസമാണുള്ളത്? പക്ഷേ അത് നടത്താൻ പോലും നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കുന്നില്ല. വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെയും ക്രമസമാധാനത്തെയും എന്തിന് രാജ്യസുരക്ഷയെയും പോലും ബാധിക്കുന്നൊരു വിഷയമാണ് ഈ സ്വർണ്ണക്കടത്ത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് പോലുള്ള കുറ്റങ്ങൾക്ക് UAPA പോലുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യം പോലും കിട്ടാത്ത വിധത്തിൽ ശിക്ഷ നൽകേണ്ടത് തന്നെയാണ്. കൂടാതെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ച് ഇതിന് പിന്നിലുള്ള വമ്പന്മാരെയും പൂട്ടേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സ്വർണ്ണക്കടത്തിൽ ഉന്നത രാഷ്ട്രീയക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ പിടിക്കണം, വലിയ ശിക്ഷ നടപ്പിലാക്കണം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അത്യാഗ്രഹമായിരിക്കാം. എങ്കിലും എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന കാര്യം ഒന്ന് പഠന ആവശ്യത്തിന് വേണ്ടി മനസ്സിലാക്കി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സ്വർണ്ണക്കടത്ത് വ്യാപകമായിട്ട് നടക്കുന്ന സ്ഥലത്തെ എക്കോണമിയിൽ ഒരുപാട് പേർ പെട്ടെന്ന് സമ്പന്നരായിട്ട് മാറുന്നതാണ്. ഇത്തരത്തിൽ സമ്പന്നരായി മാറുന്ന സമയത്ത് അവർ കൂടുതൽ പണം മാർക്കറ്റിലേക്ക് ചെലവഴിക്കുന്നതാണ്. അത് ആ നാട്ടിലെ ഇൻഫ്ലേഷന് ഒരു കാരണമായിട്ട് മാറുന്നതാണ്, പണപ്പെരുപ്പത്തിന് കാരണമായിട്ട് മാറുന്നതാണ്. സ്വർണ്ണക്കടത്ത് വ്യാപകമായി നടക്കുന്ന സ്ഥലങ്ങളിലെ ലാൻഡിൻ്റെ വില നമ്മൾ നോക്കിയാൽ മതി, വലിയ രീതിയിൽ കൂടുതലായിരിക്കും. കാരണം സാധാരണക്കാരന് ഒരു സ്ഥലം വാങ്ങാനോ വീട് വെക്കാനോ പറ്റാത്ത അവസ്ഥ പോലും ഈ സ്വർണ്ണക്കടത്തിനെല്ലാം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്നാലും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇപ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു ചെറിയ വകയുണ്ട്. 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത എന്ന പുതിയ ക്രിമിനൽ കോഡ് അനുസരിച്ച് സ്വർണ്ണക്കടത്ത് കേസിൽ എയർപോർട്ടിന് പുറത്ത് അറസ്റ്റിലാവുന്നവർക്കെതിരെ കേസെടുക്കാനും അന്വേഷിക്കാനുമുള്ള അധികാരം സംസ്ഥാന പോലീസിനുണ്ടാവും. പുതിയ നിയമം അനുസരിച്ച് സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് കൊള്ളയടി, കൊട്ടേഷൻ കൊലപാതകം, മയക്കുമരുന്ന് കടത്തൽ എന്നിങ്ങനെയുള്ള ഓർഗനൈസ്ഡ് ക്രൈം പരിധിയിലാണ് വരുന്നത്. കൂടാതെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനും കുറഞ്ഞത് 5 വർഷം വരെ തടവ് നൽകാനും വേണമെങ്കിൽ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാനും സാധ്യതയുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് വളരെ നിസ്സാരമാണെന്നും ജാമ്യം കിട്ടാൻ വളരെ എളുപ്പമാണെന്നും ഒന്ന് കടത്തി കഴിഞ്ഞാൽ ഒരുപാട് പണം കിട്ടുമെന്നുമെല്ലാം പ്രലോഭിപ്പിച്ച് സാധാരണക്കാരായ പ്രവാസികളെ പോലും ഈ ഒരു തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ധാരാളം സംഘങ്ങളുണ്ട്. ആ റാക്കറ്റുകൾക്കെല്ലാം ഇതൊരു വലിയ തിരിച്ചടിയായിരിക്കാം നൽകാൻ പോകുന്നത്. മറ്റൊരു കാര്യം നമ്മൾ നോക്കിയാൽ 2024 ജൂലൈ മാസത്തിലെ ബജറ്റിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ 15% നിന്ന് 6% കുറച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി കാരണം സ്വർണ്ണക്കടത്ത് നടത്തുന്നവരുണ്ട്. കാരണം ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടിയ രീതിയിലുള്ള സ്വർണ്ണമാണ് നിയമവിധേയമായിട്ട് ഇറക്കുമതി ചെയ്യാൻ പറ്റുക. എന്നാൽ നിയമപ്രകാരമല്ലാതെ സ്വർണം കടത്തിക്കഴിഞ്ഞാൽ 15-16% പണമാണ് ലാഭിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് കിലോ കണക്കിന് സ്വർണത്തിൻ്റെ വിലയുടെ 16% എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഖ്യ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വലിയ ലാഭമുള്ള, ഇനി സ്വർണം പിടിച്ചാലും വലിയ ശിക്ഷകളൊന്നും ഇല്ലാത്ത ഈ പ്രവൃത്തി ചെയ്യാൻ കുറച്ചധികം പേരെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു, ശിക്ഷയുടെ കാഠിന്യം കൂട്ടി. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്താണെങ്കിലും ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡേറ്റകൾ പുറത്തു വരേണ്ടതുണ്ട്. സർക്കാർ സ്വർണ്ണക്കടത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആ കാര്യങ്ങൾ പുറത്തു വന്നാൽ തീർച്ചയായിട്ടും അതേക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതേക്കുറിച്ചെല്ലാം കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ എഴുതുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമ്പത്ത് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് സുരക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ടേം ഇൻഷുറൻസുകൾ ഓരോ മനുഷ്യനും ഓരോ കുടുംബത്തിനും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയെ താരതമ്യം ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തെടുക്കാൻ വേണ്ട ലിങ്കും കാര്യങ്ങളുമാണ് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ പ്രീമിയം തുക കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തു വെക്കുന്നതാണ് ഏറ്റവും ലാഭം. ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിലുണ്ട്. താല്പര്യമുള്ളവരെല്ലാവരും എന്താണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.